സൈഫിനിസ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നവർക്കുള്ള ഒരു പാഠമായി മാറുന്നു ബോബി ചെമ്മണ്ണൂർ എന്നുള്ളതാണ്. ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. വയനാട്ടിൽ വെച്ചാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. തുടർച്ചയായി നടി ഹണി റോസിനെ അധിക്ഷേപിച്ച് നടത്തിയ പരാമർശങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നത്. ആദ്യം ഹണി റോസ് ഇതിൽ പ്രതികരിച്ചത് സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറയാതെ ഒരു വ്യക്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത്. പക്ഷേ അതിന് താഴെയും വന്ന പലരും അധിക്ഷേപങ്ങൾ തുടർന്ന പശ്ചാത്തലത്തിലാണ് ഇതൊരു ഗൗരവത്തിലുള്ള നിയമ നടപടികളിലേക്ക് തന്നെ ആ പേര് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള നിയമ നടപടികളിലേക്ക് ഹണി റോസ് കടന്നത്. വളരെ വേഗം തന്നെ പോലീസ് ആക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മാസങ്ങൾക്ക് മുമ്പ് 2 ഷോപ്പുകൾ ഉദ്ഘാടനത്തിന് നടി വന്നിരുന്നുവെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. അതിനുശേഷം പിന്നീട് ബോബി ചെമ്മണ്ണൂരുമായി സഹകരിക്കാത്ത ഘട്ടം വന്നപ്പോൾ പിന്നീട് അവരെ നിരന്തരമായി അപമാനിക്കുന്ന രീതിയിൽ പല അഭിമുഖങ്ങൾ നൽകുക, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക. ഇത് ഹണി റോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പലർക്കെതിരെയും ബോബി ചെമ്മണ്ണൂർ വായ തുറന്നാൽ അശ്ലീല പരാമർശങ്ങളാണ്. അത് വലിയൊരു ആരാധക വൃന്ദത്തെയും അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഈ തരത്തിൽ പറയാനുള്ളൊരു ലൈസൻസ് തനിക്കുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇതിനുശേഷം ഒരു ഖേദപ്രകടനം അയാൾ നടത്തുന്നു. അതിനുശേഷം വിശദീകരണം നൽകുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടാണ് പോലീസ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സൈഫിനിസ, ഇപ്പോൾ വയനാട്ടിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇതിൽ കേസിൽ അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ള പോലീസ് സൂചന ലഭിച്ചപ്പോൾ വയനാട്ടിലേക്ക് മാറുകയായിരുന്നോ ബോബി ചെമ്മണ്ണൂർ, അതോ ഈ നടപടികളോട് പൂർണ്ണമായും ഇയാൾ സഹകരിക്കുന്നുണ്ടോ? സ്മൃതി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് വ്യക്തമാക്കിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹണി റോസിന്റെ കൂടുതൽ വിശദമായ മൊഴിയെടുക്കും. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനായി നോട്ടീസ് നൽകും. നാളെ തന്നെ നോട്ടീസ് നൽകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്നലെ പോലീസ് വ്യക്തമാക്കിയിരുന്നത്. അതായത് ഇന്ന് ഉണ്ടാകും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി സർക്കാർ തലത്തിൽ മുഖ്യമന്ത്രിയോടക്കം ഹണി റോസ് സംസാരിച്ചതിൽ നിന്ന്, DGPയോടക്കം സംസാരിച്ചതിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം ഉടനെ അറസ്റ്റിലേക്ക് നീങ്ങുവാനായി സർക്കാർ നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം വയനാട്ടിലേക്ക് തിരിച്ചത്. ഇന്ന് പുലർച്ചയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ വയനാട് മേപ്പാടിയിലെ ഇയാളുടെ എസ്റ്റേറ്റിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഈ ബോബി ചെമ്മണ്ണൂർ കോയമ്പത്തൂരിലെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനായി ഇന്ന് കോയമ്പത്തൂരിലേക്ക് പോകുമെന്നാണ് അറിഞ്ഞിരുന്നത്. ഇവിടേക്ക് പോകുന്നതിന് മുമ്പ്, മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിന് മുമ്പ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം വയനാട്ടിലേക്ക് തിരിച്ച് അവിടെ നിന്ന് രാവിലെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് വേണം മനസ്സിലാക്കുവാനായി. ഇപ്പോൾ കസ്റ്റഡിയാണ് ഇപ്പോഴും ഉള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ വാഹനത്തിൽ വയനാട് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയ ശേഷമാകും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുക. അതിനു മുമ്പ് വൈദ്യ പരിശോധന നടത്തും. അറസ്റ്റ് നടപടിക്ക് ശേഷമാകും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഈ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള ഒരു സാധ്യത അടച്ചതുകൊണ്ടാണ് പോലീസിന്റെ നീക്കങ്ങൾ നടത്തിയതെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഹണി റോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതി നൽകിയപ്പോഴും പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് അശ്ലീല കമന്റ് ഇട്ട ആളുകൾക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോഴും എറണാകുളം സെൻട്രൽ പോലീസ് സംഘം നൽകിയ ഒരു പിന്തുണയുണ്ടായിരുന്നു. പ്രത്യേകമായി ഹണി റോസിനെ കണ്ട് ഹണി റോസിന്റെ പരാതി കേട്ട് ഈ പരാതി എഴുതി വാങ്ങിയ ശേഷമാണ് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ ആദ്യത്തെ കേസ് 30ഓളം പേർക്കെതിരെയായിരുന്നു. ഫേസ്ബുക്കിലൂടെയും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അശ്ലീല കമന്റ് ഇട്ട ഹണി റോസ് സ്ക്രീൻഷോട്ട് അടക്കം നൽകിയ 30 പേർക്കെതിരെയാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുമ്പളം സ്വദേശിയായ ഷാജി എന്ന ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇയാളെ ജാമ്യത്തിൽ വിട്ടു. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടി തനിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാമെന്ന ധൈര്യം ലഭിച്ചതെന്നാണ് ഹണി റോസ് പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് എറണാകുളം സെൻട്രൽ പോലീസ് BNS ഭാരതീയ ന്യായ സംഹിതയിലെ 75(1), 75(4), IT ആക്ട് 64 വകുപ്പുകൾ പ്രകാരം കേസ് ഗുരുതരമായ വകുപ്പുകൾ തന്നെ ചുമത്തിയിരിക്കുന്നു. സൈഫിനിസ, തിരിച്ചെത്താം, ഈ വാർത്തയിലേക്ക് തന്നെ എത്താം. മോശം പരാമർശങ്ങളെ തമാശ എന്നാണ് ബോബി ചെമ്മണ്ണൂർ വിശേഷിപ്പിക്കുന്നത്. ഇതുപോലുള്ള തമാശകൾ ഇടയ്ക്ക് പറയും. ഇനി ഇത്തരം തമാശകൾ ഒഴിവാക്കും എന്നാണ് നേരത്തെ പ്രതികരിച്ചിരുന്നത്. ഇത് തമാശയല്ല എന്നൊരു ബോധ്യം ഈ നിയമ നടപടികളിലൂടെ ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരിക്കുമെന്ന് കരുതാം. പ്രധാന